ഞാൻ മൊത്തത്തിൽ ഉടായിപ്പാ, എന്നെ കണ്ടാലേ ഉടായിപ്പാ. ആറാട്ടനെ പരാരൊക്കെ ഇവിടെ വേണ്ട നമുക്ക്. ഞാൻ മതി അടുത്ത എന്റെ പേര് ഷാൻ ചാർലി. ആറാട്ടൊക്കെ ചുമ്മാ പടം അവരെയൊക്കെ വിട്ടേരെ. എന്റെ പറയുക നിങ്ങൾ വന്നാലും നമുക്ക് താരം എന്റെ പല്ലേട്ടാ മാറിയേട്ടാ മാറിയേട്ടാ. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്താ പോയത്? എന്താ പോയത്? എന്താ പോയതാ? എന്നെ കൊണ്ട് ആറാട്ടുകടവിലെ കഥ പറഞ്ഞ ഞാൻ പറയുന്നില്ല. ഞാൻ പൈനകത്തൊന്നും നിൽക്കത്തില്ല. മിനിമം ഒരു 2 ഏതെങ്കിലും ഇത് ഫുൾ സ്റ്റോക്ക് കൊണ്ടാണ് കാണുന്നത്. ഇല്ല ഇല്ല, പക്ഷെ ഓൾഡ് ബങ്കി പറയുന്നത് മിനിമം ഫയർ വേറെ ആളെ നോക്കി അതേ രീതിയിൽ അഭിനയിക്കാനൊക്കെ പറയുന്നത് അല്ലേ? എന്തോ സംഭവം മറന്നുപോയോ? ചേച്ചിയും സംസാരിച്ചല്ലേ നമ്മൾ സംസാരിച്ചത്. അപ്പൊ ചേച്ചിയായിരുന്നു നിന്റെ സ്വന്തം പടമല്ലേ? ഇന്നലെ വരെ ഓക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വരെ ചേച്ചി എന്നോട് പറഞ്ഞല്ലോ കള്ളം പറയരുത്. എന്റെ മുഖത്ത് നോക്കി ഇത്ര ആൾക്കാർ ഇരിക്കുമ്പോ കള്ളം പറയരുത് കേട്ടോ. മോശം കേട്ടോ. എന്താ നിങ്ങള് മോശം കാണിക്കുന്നേ? മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ എനിക്ക് ഓഫർ തന്നല്ലേ? തന്നെയാണോ? 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 എനിക്ക് എന്റെ പൊന്നിയാട്ടം കേട്ടോ. എനിക്ക് ഈ പടത്തിൽ അവനെ കൊച്ചു പറഞ്ഞ ഇതിന് പൊട്ട റിവ്യൂ പറഞ്ഞു പറഞ്ഞ മനസ്സിലായ. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തൂല്ല. എന്റെ പൊന്നിയാട്ട മാറിയേട്ടാ മാറിയേട്ടാ. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് എന്താ ഇവിടെ കാണിക്കുന്നേ? എന്താ പോയത്? എന്താ പോയത്? എന്താ പോയതാ? എന്നെ കൊണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എന്നെ വിളിച്ചു വരുത്തില്ല. എന്റെ പൊന്നിയാട്ട ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചി ഏത് പണിയെന്താണെന്നറിയോ? പൊട്ട റിവ്യൂ എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ എന്ന് നാട്ടുകാർക്ക് പറയാൻ പറഞ്ഞു. എന്താ മുഖത്ത് നോക്കി സംസാരിക്കും. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കും. പറ ഇനി പറയാനുള്ള പറഞ്ഞിട്ട് പോയാൽ എനിക്ക് വയറിലാവേണ്ട കാര്യമില്ല. എനിക്ക് വയറിലാവേണ്ട കാര്യം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒരുപാടുള്ള എന്ത് പ്രദേശം പിന്നെ തീർച്ചയായിട്ടും പ്രാങ്ങണം. എന്റെ എല്ലാവരോടും ഞാൻ ക്ഷമ വഹിക്കുന്നത്. ഇതിന്റെ ഒരു പ്രൊമോഷൻ മാത്രമാണ് കേട്ടോ. നമ്മുടെ നായിക്കൊന്നും എന്റെ പൊന്നടാ ഞാൻ വേറെ സാധനം സോറി എല്ലാരോടും സോറി. നിങ്ങളാണ് സത്യം പറഞ്ഞ പക്ക ഗുലുമാല് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല. ഇതേ നിങ്ങളുടെ ടീം വേണ്ട, പ്രൊഡ്യൂസേഴ്സിന്റെ ടീം വേണ്ട പറഞ്ഞായിരുന്നു നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ കൂടിപ്പോയി കേട്ടോ. സോറി കേട്ടോ. ആര് പെർഫോം ചെയ്ത് കൂട്ടി? അല്ലല്ല സംഭവം സത്യം പറഞ്ഞാൽ നായിക്ക് ഒരു പണി കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ഇത്തിരി കൂടിപ്പോയി. സോറി കേട്ടോ. ഞാൻ സോറി പറയാം. നായിക്കോട് സോറി. ചാളൊന്ന് കൊണ്ടു തരുമോ? നമ്മളൊരു കുമാരി ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇവരുടെ ടീം പറഞ്ഞിരുന്നു നായിക്ക് ഒരു ചെറിയ പണി കൊടുക്കണം. പക്ഷെ ഇത് കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞില്ല കേട്ടോ. സോറി എല്ലാവർക്കും സോറി.
സത്യം പറഞ്ഞാല് ഞാൻ നേരത്തെ നേപ്പാളി കൊച്ചാണെന്നാണ്. അണ്ണാ ഒരു രക്ഷയില്ലെന്നാ പൊളിച്ചടിക്കട്ടുണ്ടല്ലോ. എല്ലാരും കാണണം. പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി വന്ന് റാങ്ക് ചെയ്തത്. അല്ലാതെ എന്റെ പേര് ഷാൻ ചാർലി, അച്ഛൻ്റെ പേര് ശശി എന്നാണ്. അത് വേറെ ഒന്നുമല്ല, ചാർലി ചാപ്പന്റെ വേഷം നിൽക്കുന്നത്. അപ്പൊ ചേട്ടനോട് ഈ തരത്തിലുള്ള പ്രൊമോഷൻ ചെയ്യാൻ ആരാ പറഞ്ഞു? ഈ തരത്തിൽ പ്രൊമോഷൻ ചെയ്യാൻ ആരാ പറഞ്ഞു? ഈ തരത്തിലുള്ള പ്രൊമോഷൻ അല്ല ഇത്. ഞാൻ ഗുലുമാന്റെ ഭാഗമായിട്ട് ഓൺലൈന് വേണ്ടി ചെയ്തതാണ്. നായികയെ പ്രാങ്ക് ചെയ്തു. ആരും പറഞ്ഞില്ല. ഞാൻ തന്നെ ചെയ്തത്. ഇഷ്ടത്തിന് എനിക്കൊന്ന് വൈറലാവണമായിരുന്നു. ഇത്രയുണ്ട്. ബ്രോ നേരത്തെ ചോദിച്ചില്ലേ അത് എന്നെ സംഭവിച്ചു. ഇത്രയും നാൾ ബാക്കിയുള്ളവരുടെ വൈറലായില്ലേ? ഞാൻ ഗുലുമാല് കുറച്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം തോന്നിയ ഐഡിയ ആണ്. ഇല്ല ആരും പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം പ്രാങ്ക് ചെയ്യുന്നു. പക്ഷെ പ്രാങ്ക് ചെയ്യുന്നുള്ളത് അതെന്റെ വായ നല്ല തെറ്റായിരിക്കും. എന്തോ ഞാൻ മൊത്തത്തിൽ ഉടായിപ്പാ. എന്നെ കണ്ടാലേ ഉടായിപ്പാ. ആറാട്ടവരെ പരാതിയൊക്കെ ഇവിടെ വേണ്ട നമുക്ക്. ഞാൻ മതി. അടുത്ത എന്റെ പേര് ഷാൻ ചാർലി. ആറാട്ടവരൊക്കെ ചുമ്മാ പടം അവരെയൊക്കെ വിൽക്കാരെ എന്റെ പറയുക. നിങ്ങൾ വന്നാലും നമുക്ക് താരം പറ്റില്ല.